ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പസ്തോലിക സന്ദർശനത്തിനായി ഈസ്റ്റ് തിമോറിലെത്തിയ പാപ്പ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തി. നമ്മെ പരിപാലിക്കാൻ ദൈവത്തെ നാം അനുവദിക്കണമെന്ന് കുട്ടികളോട് പാപ്പ പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കുന്ന സിസ്റ്റേഴ്സ് അൽമ സ്കൂളിൽ ഇന്ന് രാവിലെയാണ് പരിശുദ്ധ പിതാവ് എത്തിയത്. സിസ്റ്റേഴ്സ് അൽമ സ്കൂളിലെ കുട്ടികൾ പരമ്പരാഗത വസ്ത്രം ധരിച്ച ഗായിക സംഘത്തിന്റെ അകമ്പടിയോടെയാണ് ഫ്രാൻസിസ് പാപ്പയെ സ്വീകരിച്ചത്. സാൻ വിൻസെൻസോ ഡി പൗളി ഹാളിൽ 50 കുട്ടികളും 28 സിസ്റ്റേഴ്സും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തുടർന്ന് 3 കുട്ടികൾ പരിശുദ്ധ പിതാവിനെ ടൈസ് എന്ന പരമ്പരാഗത സ്കാർഫ് സമ്മാനിച്ചു. സഭയുടെ സുപ്പീരിയർ സിസ്റ്റർ ഗെട്രൂഡിഡ് ബി.ഡി. മാർപ്പാപ്പയെ സ്വാഗതം ചെയ്യുകയും 60 വർഷമായി തുടരുന്ന സ്കൂളിന്റെ ദൗത്യം പങ്കുവയ്ക്കുകയും ചെയ്തു. വല്ലാർപാടത്തമ്മയുടെ ഛായാചിത്ര പ്രതിഷ്ഠയുടെ 500-ാം വർഷം മഹാജൂബിലി തിരുനാളിനോടനുബന്ധിച്ചുള്ള 14ാമത് വല്ലാർപാടം ബൈബിൾ കൺവെൻഷന് തുടക്കമായി. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു കല്ലിങ്കൽ, വല്ലാർപാടം ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത്, സഹവികാരി ഫാദർ സാവിയോ, പ്രൊക്ലമേഷൻ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. 13 വരെ എല്ലാ ദിവസവും വൈകിട്ട് 4:30 മുതൽ രാത്രി 9 വരെയാണ് ധ്യാന ശുശ്രൂഷകൾ. ശംഷാബാദ് നിയുക്ത ബിഷപ്പ് ഡോക്ടർ പ്രിൻസ് ആന്റണി പാണേങ്ങാടനാണ് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. വചനത്താൽ ജ്വലിച്ച കടപ്ലാമാറ്റം ഇടവകയിലെ യുവജനങ്ങൾ തയ്യാറാക്കിയ ബൈബിൾ കൈയെഴുത്തുപ്രതി സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഷിക്കാഗോ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്താണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കടപ്ലാമറ്റം ഇടവക അംഗങ്ങളും യുവജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് മുളഞ്ഞനാൽ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജോൺ കുറ്റാരപ്പള്ളി എന്നിവർ മഹനീയ സാന്നിധ്യമായി. കടപ്ലാമറ്റം SMYM യുവജന പ്രസ്ഥാനത്തിലെ അംഗമായ അനില ബിജുവിന്റെ നേതൃത്വത്തിൽ 81 യുവജനങ്ങൾ ചേർന്നാണ് 6 മാസം കൊണ്ട് ബൈബിൾ കൈയെഴുത്തുപ്രതി പൂർത്തിയാക്കിയിരിക്കുന്നത്. A3 പേപ്പറിലാണ് മനോഹരമായ ഈ കൈയെഴുത്തുപ്രതി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. വോയ്സ് ഓഫ് ആദം ഇന്റർനാഷണൽ മ്യൂസിക് പ്രൊഡക്ഷന്റെ ഇംഗ്ലീഷ് സെക്ഷൻ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രകാശനം ചെയ്തു. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് പുത്തനാശയം കൊണ്ടുവരുന്ന വോയ്സ് ഓഫ് ആദത്തിന് എല്ലാവിധ ആശംസകളും അദ്ദേഹം നേർന്നു. സംഗീതത്തിലൂടെ ഈശോയെ യുവജനങ്ങൾക്കും മുതിർന്നവർക്കും കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ശുശ്രൂഷയാണ് വോയ്സ് ഓഫ് ആദം എന്നും സംഗീതത്തിലൂടെയുള്ള ഈ ശുശ്രൂഷ യുവജനങ്ങളെ ചേർത്ത് പിടിക്കാനും സഭയെ ബലപ്പെടുത്താനും കാരണമാകട്ടെ എന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വോയ്സ് ഓഫ് ആദം മാനേജിംഗ് ഡയറക്ടർ അജിത് ബേബി, വോയ്സ് ഓഫ് ആദം ഇംഗ്ലീഷ് സെക്ഷൻ കോർഡിനേറ്റർ ഷിനോജ് ജോർജ് മുട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനം നടത്തുന്നു. മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ബ്രിട്ടനിലെത്തുന്ന സഭാ തലവനെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 28 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും. സെപ്റ്റംബർ 11 ഹീദ്രു വിമാനത്താവളത്തിൽ എത്തുന്ന പിതാവിനെ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സാമ്പ്രിക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.